നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിക്ക് ബദലായി സംസ്ഥാന സർക്കാരിന്റെ ശബരി കെ റൈസ് പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. ഇതിനോടകം തന്നെ സപ്ലൈകോ പർച്ചേസ് ഓർഡർ നൽകിയിട്ടുണ്ട്. ജയ കുറുവ മട്ട അരി സപ്ലൈകോ വഴിയായിരിക്കും വിതരണം ചെയ്യാൻ പോകുന്നത്. 40 രൂപ നിരക്കിൽ വാങ്ങിയ ശേഷം സബ്സിഡിയോടുകൂടിയായിരിക്കും സംസ്ഥാന സർക്കാർ ഈ അരി വിൽപ്പന നടത്തുക. കെ റൈസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ശേഷം മാത്രമേ വിൽപ്പന ആരംഭിക്കുകയുമുള്ളൂ. ഇതിനായി തെലങ്കാനയിൽ നിന്നും പ്രത്യേകം അരി സംസ്ഥാനത്തേക്ക് എത്തിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ ശേഖരത്തിൽ ഇതിനോടകമുള്ള അരി കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഭാരത് അരിക്ക് സമാനമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സഞ്ചിയിൽ തന്നെയായിരിക്കും ഈ കേരള സർക്കാരിന്റെ ശബരി കെ റൈസ് കൂടി എത്തുക. പക്ഷേ അതിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം ഉണ്ടാവില്ല എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഭാരത് അരിയുടെ വിലയായ 29 രൂപയേക്കാൾ കുറഞ്ഞ നിരക്കിലായിരിക്കും സംസ്ഥാന സർക്കാർ അരി വിതരണം ചെയ്യുക എന്നുകൂടി പറയപ്പെടുന്നു. ഒരു കാർഡിന് ലഭിക്കുക 5 കിലോ അരിയായിരിക്കും. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴി വില കുറച്ച് ലഭിക്കുന്ന അരിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ കേന്ദ്ര സഹകരണ സംഘങ്ങളും വഴി കിലോയ്ക്ക് ഭാരത് അരി എന്ന പേരിട്ടുകൊണ്ട് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. ഇതിന് റേഷൻ കാർഡ് ആവശ്യമില്ലായിരുന്നു. 2 വർഷം മുൻപ് വരെ ഇതേ രീതിയിൽ തന്നെയായിരുന്നു സപ്ലൈകോയ്ക്കും വില കുറച്ച് അരി ലഭിച്ചുകൊണ്ടിരുന്നത്. 3 ഇനം അരികളിൽ ഒരു റേഷൻ കാർഡിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇനം അരി പ്രതിമാസം 5 കിലോഗ്രാം വെച്ച് നൽകാനാണ് തീരുമാനമായിരിക്കുന്നത്. എന്തായാലും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ശബരി കെ റൈസ് സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് ഭാരത സർക്കാരും അതിനോടൊപ്പം സംസ്ഥാന സർക്കാരും അരിയുടെ പേരിലുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. 40 രൂപ നിരക്കിൽ വാങ്ങിയ ശേഷം സബ്സിഡിയിൽ അരി വിൽക്കാൻ ആലോചന വന്നതുപോലും കേന്ദ്ര സർക്കാർ ഭാരത് റൈസ് കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രാഷ്ട്രീയ ജനകീയ വിഷയങ്ങളും മറ്റും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിഷയമാകുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ മത്സരിപ്പിച്ച് കഞ്ഞി കുടിപ്പിക്കുകയാണ് കേന്ദ്രവും കേരളവും. ന്യൂസ് ഡെസ്ക് മലയാളം.